എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ആൾ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ആൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടും കൂടിയുള്ള നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചിരിക്കാനുള്ളവർക്കൊക്കെ ചിരിക്കാട്ടെ, വെറുതെ മസിൽ പിടിച്ചിരിക്കരുത്. ചിരി ജീവിതത്തിന്റെ ഭാഗമാണ്. ജയപ്രിയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കരുത്, മസിൽസ് ഒക്കെ പിടിച്ചൊന്ന് ഒഴിവാക്കി നല്ല പുഞ്ചിരിയോടിരിക്കൂ. കണ്ടോ, രമാദേവി അമ്മയൊക്കെ ഇരിക്കുന്ന കണ്ട എത്ര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിരിക്കാൻ എന്താണ് മടി? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ചിരിക്കാൻ പേടിക്കല്ലേ. ചിരിച്ചാൽ ചിലപ്പോ അവരിങ്ങനെ നന്നായി പോയോ എന്ന് തോന്നിപ്പോകും അല്ലെ, അല്ലെങ്കിൽ ഞാനങ്ങ് നന്നായി പോയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ചിരിക്കുക, ചിരി തന്നെയാണ് ജീവിത രഹസ്യം എന്നറിയുക. ചിരിക്കുക എന്ന് കണ്ടോ. റോഷ്നി അവിടെ ഇസ്രായേലിൽ നിന്ന് മമ്മയെ കൂട്ടി വന്നിരിപ്പുണ്ട്. മമ്മയ്ക്ക് ഒരു ഭാഷയും പിടിയിട്ടില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കണ്ടോ, എത്ര സന്തോഷത്തോടെ ഇരിക്കുന്നു നോക്കാം അമ്മമ്മ. ഹായ്. യെസ്. ഒരു ഭാഷയും ഒന്നും ഇസ്രായേലിൽ ചോദിക്കാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഹൗവാരിന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇസ്രായേലിൽ എനിക്ക് അറിയില്ല എന്താണെന്ന്. ബാക്കിയുള്ളവരില്ല. ഇത് കാണുമ്പോൾ ചിരിച്ചോ നിങ്ങൾ എല്ലാവരും? അവരെ ആ ഇസ്രായേലിലെ ആളെ കാണുമ്പോഴും നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചെന്നൊക്കെ കണ്ടോ. യെസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മൊബൈലും യെസ്, താങ്ക് യു. നോക്കൂ, നമ്മളെപ്പോഴും നിങ്ങൾ എന്നിട്ട് ചിരി വരുന്നില്ലെന്നേ ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചിരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശൈറാമൻ, ജ്യോതി ശരവണയൊക്കെ ചിരിച്ചോളൂ എന്ന്. കാരണം ചിരി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈർഘ്യം കൂട്ടും, ആരോഗ്യം കൂട്ടും. ആരോഗ്യം കൂട്ടുന്ന സാധനമാണ് ചിരി. ഞാനിപ്പോ കണ്ടില്ല, ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രായത്തിലും 10-35 വയസ്സ് പോലെ തോന്നിക്കുന്നത്. സത്യമാണ്. ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ, ഇത്രേ ആയിട്ടുള്ളൂ. നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ. ഇതിങ്ങനെ ആയിപ്പോയതാ. ഇപ്പൊ താഴോട്ട് പോവാണ്, ഓരോ വർഷം താഴോട്ട് പോവാണ്. എന്റെ കുമാർ സാർ പറഞ്ഞ പോലെയാണ്, നമ്മൾക്ക് ഇങ്ങനെ താഴോട്ട് പോവാണ്. അപ്പൊ ചിരിയാണ് ഇതിന്റെ പ്രധാന ഘടകം. ചിരിക്കാൻ മടി കാണിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തന്നെ. ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറഞ്ഞു തന്നെ. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇത് എന്നെ കാണുമ്പോഴെങ്കിലും അത് ചിരിച്ചോളൂ. എന്നെ എപ്പോഴും രാവിലെ കാണുന്ന അപ്പൊ നിങ്ങൾ ചിരി തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾക്ക് പറ്റിയൊരു കോമാളി ഞാനാണ്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാനാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്, നിങ്ങൾ ചിരിപ്പിക്കാൻ ഞാൻ. കോമഡിക്ക് എനിക്കറിയാം, പക്ഷെ കോമഡി ഒന്നും ഇവിടെ പറഞ്ഞ് ശരിയാവില്ലെന്ന് എടുത്തിട്ടാണ് പറയാത്തത്. അതുകൊണ്ട് ചിരി നിർത്തുക കേട്ടോ. എന്നെ കാണുമ്പോൾ അങ്ങ് ചിരിച്ചാണ്. വേറെ ഒന്നും ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കാണുമ്പോൾ ചിരിക്കാമല്ലോ, എന്നാലെങ്കിലും നിങ്ങൾ ചിരിയുണ്ട്. അപ്പൊ രാവിലെ നിങ്ങൾ ചിരിക്കും, വൈകിട്ടും ചിരിക്കും, രണ്ടു നേരം ചിരിക്കുമല്ലോ. ഞാൻ രാവിലെ വൈകിട്ടും രണ്ടു നേരം എടുത്ത് വരുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ചിരി മറക്കാതിരിക്കുക. ഞാനിപ്പോ വന്നത് നല്ല പ്രഷറിലൂടെയാണ് വന്നത് കേട്ടോ. വന്നപ്പോഴും എനിക്ക് ഇവിടുത്തെ ക്യാമറ മുമ്പിൽ അത് എന്നെ കാണുമ്പോ എനിക്ക് ചിരി വന്നു. നീ കൊള്ളാലോടാ എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ചിരിച്ചതാ. അപ്പോഴാണ് നിങ്ങളോട് ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്, വേറൊന്നുമല്ല. ഇന്ന് നല്ല പടിത്തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പ്രഷറൊക്കെ ആയിരുന്നു ഓഫീസിൽ. അതിന്റെയൊക്കെ ഒരു ഇതിൽ വന്നതാ. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് അതൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് അതിന് വന്നു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മൾ അഡ്മിന്മാർ ഇടക്കിടക്ക് ഒരു പണി നമുക്ക് തരും. ഇത് ആലോചിച്ചിട്ട് എവിടെ എവിടെ എത്തിക്കുമെന്നൊന്നും അറിയില്ല. ഇപ്പോഴാണ് വന്ന് നോക്കിയത്. ഇന്നത്തെ രഹസ്യം എന്താണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഒന്ന് ടൈപ്പ് ചെയ്യും എല്ലാവരും. എല്ലാവരും ടൈപ്പ് ചെയ്ത് ഇന്ന് പഠിക്കുന്ന കാര്യം എന്തിനെ പറ്റിയിട്ടാണ് അറിയേണ്ട കാര്യം? ഇന്നലെ ഞാന് യൂട്യൂബില് 2 ദിവസമായിട്ട് യൂട്യൂബിൽ വേറൊരു സബ്ജക്ട് ഇട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഫേസ്ബുക്ക് ലൈവും യൂട്യൂബ് ലൈവും പിന്നെ അതുപോലെ ഇന്ന് രാവിലെ ബിസിനസിനെ പറ്റിയിട്ട് ക്ലാസ് ഇട്ടിരുന്നു. വലിയ അനക്കൊന്നും ഇല്ല, ആർക്കും അത് വേണ്ട. കച്ചവടം ബിസിനസിനെ പറ്റി പഠിപ്പിക്കാൻ 8 കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ ആകെ 1000 ആൾക്കാർ പോലും കണ്ടില്ല. എല്ലാവർക്കും ബിസിനസ് ഇഷ്ടമാണ്, പക്ഷെ അതിനെപ്പറ്റി പഠിക്കാൻ പറഞ്ഞപ്പോ ബിസിനസ് ക്ലാസ്സിലേക്കില്ല. ദാമ്പത്യം എല്ലാവർക്കും എന്താണ് സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യണം, നല്ല ദാമ്പത്യം വേണം. ദാമ്പത്യത്തിന് ക്ലാസ് എടുത്തപ്പോ ഇതിലേ വന്ന് അതിൽ ഒറ്റ പോക്ക, ആരുമില്ല, ആരെയും കണ്ടില്ല. വളരെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മക്കളെ പറ്റി പരാതി പറയാൻ എല്ലാ അമ്മമാരും എന്നെ വിളിക്കാറുണ്ട്, അച്ഛന്മാർ പറയാറുണ്ട്, ഒരു രക്ഷയില്ല സാറേ എന്ന് പറയാറുണ്ട്. മക്കളെ പറ്റി ഇന്നലെ ഫേസ്ബുക്ക് ക്ലാസ് എടുത്തപ്പോ ആകെ 1000 പേര് ഇത്രയേ ഉള്ളൂ, ബാക്കി അതിന് അപ്പുറത്തേക്കില്ല. മക്കളെല്ലാവർക്കും വേണം, പക്ഷെ മക്കളെ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് മാത്രം അതൊന്നും പറ്റൂല. അപ്പൊ നമുക്ക് പറ്റുന്ന എന്താണ്? റെഡിയാണോ എല്ലാവരും? കൗണ്ട് ചെയ്യാൻ റെഡിയാണോ? കൈ ഒന്ന് എടുത്തേ, ഇങ്ങനെ ഒന്ന് കറക്കി നോക്കിയേ. എപ്പോഴും ഇങ്ങനെ വെച്ച് ഇതെന്താണ്? എണ്ണാനും റെഡിയായി നിൽക്കുകയാണ്. എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് എണ്ണാൻ വേണ്ടി തയ്യാറാവുക. നമ്മുടെ ഡ്രോവർ ഇങ്ങനെ വലിച്ചാൽ ഇതിൽ നിറയെ എണ്ണാൻ വേണ്ടി റെഡിയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ദാമ്പത്യം നല്ലത് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. മക്കളെ നല്ലതാ റെഡിയാക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇതും കൂടി ഓർക്കണേ. ഞാൻ പറയുന്നു, എല്ലാ ദിവസവും പറയേണ്ട മണി, ഒൺലി മണി ഇറ്റ് വോണ്ട് ഗീവ് യു ലൈഫ്, ബട്ട് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. You cannot buy life with the money,
ബട്ട് യു ക്യാൻ ഫുൾഫിൽ ലൈഫ് വിത്ത് മണി. ഇത് രണ്ടും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റിൽ 7 ബില്യണിയർ സീക്രട്സ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബില്യണിയർ ആവാൻ താല്പര്യമുള്ളവരെല്ലാവരും ടൈപ്പ് ചെയ്തേ. ബില്യണിയർ ആവണം എന്ന് താല്പര്യമുള്ളവരെല്ലാവരും ടൈപ്പ് ചെയ്തേ. യെസ്. കൗണ്ട് ഡിവൈൻ സ്വിച്ച് വേർഡ് ടൈപ്പ് ചെയ്ത് നോക്കിയേ. കമോൺ കമോൺ. ബില്യണിയർ ആവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ടൈപ്പ് ചെയ്തു. എന്നാൽ ബില്യണിയർ 7 സീക്രട്ടുകൾ ഫോളോ ചെയ്യാൻ കൂടി നിങ്ങൾ റെഡി ആവണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു വരുമ്പോ തോന്നും, സാറേ ഇതെന്താ ഇങ്ങനെയെന്ന് പറയരുത്. റെഡി ആണെങ്കിൽ യെസ് 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 എല്ലാവരും റെഡിയാണ്. നമ്മുടെ ഇത്രയും ആൾക്കാർ ഇന്ന് ലൈവ് നമ്മൾ മെമ്പേഴ്സ് ഉള്ളി മാത്രമല്ലേ ഉള്ളൂ അല്ലെ? പക്ഷെ എന്താ അല്ലെ, മെമ്പേഴ്സ് ഉള്ളി മാത്രമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ യൂട്യൂബിൽ കൊടുക്കുമ്പോൾ ചെറിയ 1-2 കത്രിക കൊണ്ട് ഞാൻ മുറിക്കും. ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് തരുന്ന കാര്യം അവർക്ക് കൊടുക്കൂല. അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് വേണ്ടേ അവർക്ക് നിൽക്കുന്ന. അപ്പോ ബാക്കിയുള്ള ഈ സീക്രട്ടുകൾ കിട്ടാനായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് വരിക തന്നെ വേണം എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എന്റെ കൗണ്ട് ഡിവൈൻ വരണമെങ്കിൽ നിങ്ങളെല്ലാം വരണം അല്ലെ? അപ്പൊ എന്റെ അല്ലെ കൗണ്ട് ഡിവൈൻ ഓർമ്മയുണ്ടല്ലോ. എന്താണ് കൗണ്ട് ഡിവൈൻ? എത്ര പേർക്കറിയാം കൗണ്ട് ഡിവൈൻ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? യെസ്, കൗണ്ട് ഡിവൈൻ ഞാനും പ്രാക്ടീസ് ചെയ്യണ്ടേ കൗണ്ട് ഡിവൈൻ? രഞ്ജൻ സാറെ കുറച്ച് സീരിയസ് വിട്ടിട്ട് നമുക്ക് കുറച്ച് പുഞ്ചിരിയിലേക്ക് വരാം. വിട്ടേക്ക്. എന്തിനപ്പോ ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്താ ഇത്ര ശരി? യെസ്, വീണ്ടും നമ്മൾ പാർട്ടിസിപ്പേഷൻസ് മാജിക് നമ്പറിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ സ്വിച്ച് വേർഡും നമ്മൾ മനസ്സിലാക്കി. നമുക്ക് 7 സീക്രട്ട് ഓഫ് ബില്യനേഴ്സും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ചില തത്വങ്ങളൊക്കെ അറിയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാം അല്ലെ? അതാണ് നല്ലത്. നമ്മൾ അതും കൂടി പറയണ്ടേ. ഇന്നാണ് നമ്മുടെ 5ാമത്തെ 2020 മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th ബാച്ച് ഓഫ് 2020 മെഡിറ്റേഷൻസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 90% സക്സസ്ഫുൾ റൈറ്റുള്ള മെഡിറ്റേഷൻ. ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുത്തതിന് ശേഷമാണ് ജീവിതം മാറിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും ഒരുപാട് അതുമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ട്. 90% സക്സസ് റേറ്റ് ആണ് ഞാൻ അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. 10% എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആവില്ല. 10% ആവുകയേ ഇല്ല. നടക്കാൻ നമുക്ക് പ്രയാസമാണ്. അത്രയും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് 2 ആൾക്കാർ ഞാൻ ചേരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ ചേരണ്ട. കാരണം നിങ്ങൾക്ക് കൃത്യമായ ഇപ്പൊ നേടേണ്ടതായ ലക്ഷ്യം മുമ്പിൽ ഇല്ലാത്തപ്പോ നിങ്ങൾ ഇപ്പൊ ചേരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് 5ാമത്തെയാണ് സെഷൻസ്. അപ്പൊ എല്ലാവർക്കും അതിൽ ചേർന്ന് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക് അവിടെ കാണാം 10 മണിക്ക്. ചേരാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ ചേർന്നോളൂ. ഈ ചാൻസ് മിസ്സാക്കരുത്. കാരണം നല്ല വൈബാണ്. ആൾക്കാർ മാജിക് നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. മാജിക് നമ്പർ ഓഫ് ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഭയങ്കര വൈബ്രേഷനാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ബാച്ചിൽ മാത്രം മാജിക് നമ്പർ ഇല്ലായിരുന്നു. അതിന് മുമ്പേയുള്ള എല്ലാ ബാച്ചിലും മാജിക് നമ്പറുകളായിരുന്നു. അതിന്റെ റിസൾട്ട് അമേസിംഗ് ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എനർജി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ മാജിക് ഓഫ് പീപ്പിൾസ് അല്ലെ മാജിക് നമ്പർ ഓഫ് പീപ്പിൾ, ഏഞ്ചൽ നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. അപ്പൊ അത് ചേരാനുള്ളവർ ഇത്രയും പെട്ടെന്ന് ചേരുക കേട്ടോ. ഗൂഗിൾ പേ റെഡി അല്ലെങ്കിൽ മാം വിളിച്ചു പറഞ്ഞോ, അഡ്മിനെ വിളിച്ചു പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഗൂഗിൾ പേ റെഡി ആകുമ്പോൾ അയച്ചാലും മതി. ഒന്ന് വിളിച്ചു പറഞ്ഞോ. റൈറ്റ്, ഓക്കെ. അപ്പോൾ അതിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചാണ്, നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഫെബ്രുവരി മാസം ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ GST ഇല്ലാതെയാണ് നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും തന്നിട്ടുള്ളത്. അടുത്ത മാസം പക്ഷെ GST റേറ്റും GST കൂടി ആഡ് ചെയ്യും. അപ്പൊ ജേർണി ടു ഹാപ്പിനെസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവര്, മണി മാനിഫെസ്റ്റേഷൻ ജോയിൻ ചെയ്യാനുള്ളവര്, ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്യാനുള്ളവര്, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ജോയിൻ ചെയ്യാനുള്ള എല്ലാവരും ഇപ്പോൾ ആ ഓഫർ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ട് ഇല്ലെങ്കിലും അഡ്മിനോട് പറഞ്ഞിട്ട് അടുത്ത മാസം അയക്കാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അഡ്വാൻസ് അയച്ച് സീറ്റ് ബുക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നമുക്ക് ഫുൾ GST എമൗണ്ട് കൂടി കളക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇപ്പൊ GST നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്, ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ അഡ്മിറ്റ് സംസാരിച്ച ശേഷം ക്ലാസ്സിലേക്ക് പോകാം. അതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാൻ സമയം തരാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് എടുക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ ആർക്കാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. രമാദേവിയാണ് പറയാണ്ടെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞോളൂ മാഡം. അൺമ്യൂട്ട് ആയി, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാഡം പറഞ്ഞു. ഇല്ല, അൺമ്യൂട്ട് ആയിട്ടില്ല. അവിടെ നിന്ന് ചെയ്തോളൂ. പ്രസ് ചെയ്യണം, അവിടെ മൊബൈലിൽ പ്രസ് ചെയ്യണം. അത് സൈഡ് റെഡി. ഓക്കെ. എനിക്ക് ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു സർ. പറയുമോ? കേക്കണ്ടോ? കേക്കാം, റെഡിയാ കേക്കാം. യെസ്റ്റർഡേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഓ,
കുറച്ച് ദിവസമായിട്ട് മണി ഇങ്ങനെ എനിക്കറിയണില്ല എവിടെന്നാ വരണേ എന്താന്നുള്ളത് തന്നെ. എന്തായാലും അക്കൗണ്ടിലേക്ക് ഡെയിലി എന്റെ ബാങ്കിൽ നിന്നുള്ള മെസ്സേജിന്റെ അതിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് പലരുടെ അടുത്തും ചോദിച്ചു ആരാണ് അയച്ചേക്കണേ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ദിവസവും അങ്ങനെ അക്കൗണ്ടിലേക്ക് എന്തായാലും പൈസ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓ ആ പിന്നെ ഇന്നലെ ഒരു ചിട്ടി ചേർന്നിട്ട് അവിടെ ഞങ്ങളുടെ NSSന്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോ 3 o'clock ചിട്ടി എടുക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എന്നെ വിളിച്ചു പറയണം എനിക്ക് ചിട്ടി കിട്ടി എന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞു എടുത്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് ഉള്ളിൽ കയറിയപ്പോഴേക്കും അവിടുന്ന് ഫോൺ വന്നു, ചിട്ടി നിങ്ങൾക്ക് ലഭിച്ചേക്കണേ 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയി സാർ. പിന്നെ എന്റെ ഒരു 11 ദിവസമായിട്ട് ഒരു മോതിരം ഗോൾഡ് എവിടെ വച്ചെന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കിടക്കുമ്പോ നമ്മുടെ മാജിക് റോക്ക് എന്നും കയ്യിൽ വെക്കാറുണ്ട്. പതുക്കെ ഒരു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഈ റോക്ക് കാണാനില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ തപ്പിന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഉണ്ട് വിചാരിച്ചു അങ്ങനെ കിടന്ന് പിന്നെ രാവിലെ ഫസ്റ്റ് നോക്കിയത് അതാണ്. അപ്പൊ പില്ലോടെ ഉള്ളിലായിരുന്നു അത്. അങ്ങനെ തപ്പി നോക്കിയപ്പോ ഈ മോതിരം അതിന്റെ ഉള്ളിൽ നിന്ന് രാവിലെ കിട്ടി. ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കാരണം മാമിനെ പോലുള്ള ആൾക്കാരുടെ ആ ഇൻസ്പിറേഷൻ ആയുള്ള വേർഡ്സ് എന്നെ ശരിക്കും എന്താ പറയാ ഇൻസ്പയർ ചെയ്തു. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ്. ഈ 66 വയസ്സ് ഇനിയും ഒരു അംഗത്തിന്റെ ബാല്യം എനിക്ക് ബാക്കിയുണ്ട് സാറേ എന്ന് പറയും അല്ലെ. 66. തീർച്ചയായിട്ടും യെസ് തീർച്ചയായിട്ടും. ഞാൻ December 8 സാർ ജോയിൻ ചെയ്തത് ആദ്യമായിട്ട് മെഡിറ്റേഷനില്. ഓ എനിക്കറിയാം എനിക്കുള്ള ദിവസം ഞാൻ എന്നും പറയാം എനിക്കുള്ള ദിവസം വരും, എനിക്കുള്ള ദിവസം വരുന്ന എനിക്കറിയാം. അപ്പൊ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എനിക്കുള്ള റിസൾട്ട്. വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പി. താങ്ക് യു എല്ലാവർക്കും ജോയിൻ ചെയ്തു സാർ. ഓ വെൽക്കം. താങ്ക് യു സോ മച്ച്. 2020 ഉണ്ടോ? 2020 ഞാൻ ചെയ്തതാണ്, നോക്കട്ടെ. ഓക്കെ ശരി. എന്തായാലും ഹാപ്പി ആണല്ലോ, മതി. ഹാപ്പിയാണ്, സന്തോഷം. അതിൽ തന്നെ സന്തോഷം. വെരി ഹാപ്പി. ഓക്കെ ശരി. മറ്റാർക്കും പറയില്ലല്ലോ? ഗീത പറഞ്ഞോ. ഇപ്പൊ ഭയപ്പെടുന്ന ചിന്തകളെല്ലാം മാറിയിട്ടുണ്ട് സാറേ. ഞാൻ 2 മാസമായി മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇതന്നെ കാണാനില്ലല്ലോ കുറെ കാലമായിട്ട്. നീ എവിടെയായിരുന്നു? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാറേ. അപ്പൊ നെറ്റ് കിട്ടുന്നില്ല. നിങ്ങൾ ക്ലാസ്സിലേ വരുന്നില്ല എന്നാണ് കരുതി. എന്നിട്ടാണ് ഞാൻ വനജയോട് ചോദിച്ചത് എന്തായി അവരെ കാര്യം. ക്ലാസ്സിൽ വരുന്നുണ്ട് സാറേ. ആണോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് പറയാത്തത്. ഓഹോ എങ്ങനെയുണ്ട്? ഇപ്പൊ മാറ്റമുണ്ട് സാറേ, നല്ല മാറ്റം, കുറച്ച് മാറ്റമുണ്ട്. കണ്ടിന്യൂ കേട്ടോ. ശരി. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടാണ് നിങ്ങൾ വിട്ടുകൊടുത്താൽ മതി. പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടത്. ഓക്കെ സാറേ. ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് അന്വേഷിച്ചത് മറുപടി ഒന്നും കാണാത്തോണ്ടാണ് അന്വേഷിച്ചത്. നിങ്ങൾ മറുപടി കാണാത്തോണ്ടാണ് ഞാൻ അന്വേഷിച്ചത് അങ്ങോട്ട്. അന്വേഷിച്ചു. വഞ്ച പറഞ്ഞിരുന്നു, ഞാനൊന്ന് പറയാൻ വേണ്ടിട്ട് അൺമ്യൂട്ട് ചെയ്താണ്, അപ്പൊ നെറ്റ് കിട്ടുന്നില്ല. ഓ ശരി. പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ സുഖല്ലേ? പിള്ളേർക്ക് സുഖം തന്നെ. മോൾക്ക് പരീക്ഷ ആകുമ്പോ ഒരു ടെൻഷൻ സാറേ. വലിയ മോക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷയാണ്. അവക്കോ ടെൻഷൻ, അമ്മക്കോ ടെൻഷൻ? മോക്കുണ്ട്. പരീക്ഷ ആകുമ്പോ അവർക്ക് ഭയങ്കര ടെൻഷൻ, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. അഫർമേഷൻ അത് അവർക്ക് പറഞ്ഞു കൊടുത്തേ. എന്താ സാറേ? ഒരു 6 വെച്ചിട്ട് ഒരു സാധനം പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾക്ക് എഴുതി തന്നല്ലോ. ഞാൻ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതിയോ? 6 വെച്ചിട്ടില്ല. IR5 സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവരോട് പറയാൻ പറ 108 തവണ. IR5 സിറ്റുവേഷൻ. ഓക്കെ സാറേ. ശരി. താങ്ക് യു. ഇനി മാറ്റം വരണം സാറേ. ഇനിയും മാറ്റം വരട്ടെ, മാറട്ടെ. താങ്ക് യു. ഓക്കെ. രാധാ ദിനേശ് എന്താ പറയുക? ഞാന് 10 ഡേയ്സിന്റെ ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ. അപ്പൊ എനിക്കതിൽ ഞാൻ ഇതിൽ എന്തിനാ ചേർന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ ഇത് യൂട്യൂബിൽ ഇത് കണ്ടപ്പോ ഇത് ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ആത്മവിശ്വാസം. പിന്നെ ഇപ്പൊ അവിടെ തയ്ക്കലാണ് ജോലി. അപ്പൊ അതിലിപ്പോ ആരും എന്നെ കംപ്ലൈന്റ് പറയുന്നില്ല. എനിക്ക് തന്നെ തോന്നുക എന്ത് തരം ഡ്രസ്സ് വന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ എന്തോരം വലിയൊരു മോഡല് ഒന്ന് തയ്ക്കാണ്ടായിരുന്നത്. ദിവസം എത്ര എടുത്താലും വേണ്ടി എനിക്കത് പറ്റും.
നമ്മൾ കർമ്മം ചെയ്താ ഭഗവാൻ അതിനുള്ളത് പിന്നാലെ തന്നോളും. അപ്പോ അങ്ങനത്തെ ഒരു ഭയങ്കര ആത്മവിശ്വാസം. പിന്നെ വീട്ടിലായാലും അങ്ങനെ തന്നെ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പൈസ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടണമെന്നില്ല കേട്ടോ, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. 1000, 500 ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ ഓരോരുത്തർ തന്നതായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ മക്കൾ തമ്മിൽ പ്രശ്നമായിരുന്നു. അതിലിപ്പോ താഴെ ആൾ എന്റെ കൂടെ തന്നെയാണ്. മൂത്താള് ഇപ്പൊ എന്നെ വിളിക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്, രണ്ടാള് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. തീരെ ഞാൻ ഫോൺ ചെയ്താൽ വരെ എന്നെ ഇതൊരു ശത്രു പോലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവര് രണ്ടാളും തമ്മിലുള്ള ആ ഒരു പാലം കൂടി ഒന്ന് കടന്നാൽ ശരിയായി. ഓക്കെ. അപ്പൊ അത്രത്തോളം എത്തിയിട്ടുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ അതിന് വളരെ അത് ഒരു കാര്യം ചെയ്യൂ. അതിന് ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് ഇന്നത്തെ 2020 മെഡിറ്റേഷൻ ചേർന്നോളൂ. ഒരൊറ്റ ലക്ഷ്യം ഞാൻ ഓ, ചേർന്നുണ്ട്. yes. എനിക്ക് 2 ലക്ഷം ഉണ്ട് സാറേ, വീട് ചെത്തിയാവാറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് 2 കാര്യങ്ങളുണ്ട്. Ready. ശരി, താങ്ക് യു. ഇനി ആർക്കും പറയാനില്ലല്ലോ? ഓക്കെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തായിരിക്കും അല്ലെ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാം. ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ക്ലാസിന്റെ ലാസ്റ്റ് സംസാരിക്കാം. റൈറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബാക്കിയുള്ളവരെല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഇപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ ഇപ്പൊ തന്നെ 2020 ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ തന്നെ ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇന്നത്തെ. അത്രയേ ഉള്ളൂ. പിന്നെ അതെ, ഇന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. സമ്പത്ത് നിങ്ങളെ തേടിയത്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരും സമ്പത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമല്ലോ അല്ലെ? സമ്പത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ സമ്പത്തിന്റെ പിറകെ പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? എന്നും പറയാറുണ്ട് ഞാൻ, സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളൊരു കൊച്ചു കുട്ടിയെ പോലെ ഉപമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ക്ലാസ് തുടങ്ങാൻ പറ്റുമല്ലോ അല്ലെ? ക്യാപ്സൂൾ കഴിക്കാതെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഉഷാറുണ്ട് അവിടെ ആർക്കെങ്കിലും? ടാബ്ലറ്റ്സ് വെറുതെ വെച്ച് ടാബ്ലറ്റ്സും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. കഴിക്കണ്ടേ? കമോൺ, എടുത്തോളൂ. ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറുണ്ടാവില്ല. ആകെ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ ഏറ്റവും ഉഷാറുണ്ടാക്കുന്ന സാധനമാണ് എന്ത് ചേർത്തിട്ടുള്ളത്? ആ ഡോപ്പമൈനും സെറിട്ടോനും ഓക്സിറ്റോക്സിനൊക്കെ ചേർത്തുകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമുണ്ട്. ഐ ആം റെഡി ആൻഡ് ഹാപ്പി. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഐ ആം റെഡി ആൻഡ് ഹാപ്പി. പോരട്ടെ, എല്ലാവരും പോരട്ടെ. നാം മാത്രമേ ഇതിന് എന്തെങ്കിലുമൊക്കെ കേറുള്ളൂ ഇത് പഠിപ്പിച്ചു തരുന്നത് അല്ലെ? ഇവിടെ നിങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളാണെന്ന്. ഒരു പരക്കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളൊക്കെയാണ് ശരിക്കും അത്ഭുതകരമായ മനുഷ്യര്. ഒരു പരക്കല്ല് കിട്ടിയാൽ അതിലൂടെ കാശുണ്ടാക്കുന്നവരാ നിങ്ങൾ. ഒരു തൂവാല കിട്ടിയാൽ അതിലൂടെ കാശുണ്ടാക്കുന്നവരാ നിങ്ങൾ അല്ലെ? നമ്മൾ ആരെങ്കിലും മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പരക്കല്ല് കൈ പിടിച്ചാൽ മോതിരമൊക്കെ തിരിച്ചു കിട്ടി കളയുന്നത് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ജീവിതത്തിൽ മാറുന്നത്. ഇത്രയും ലളിതമാണ് ജീവിതം. ഒരു പരക്കല്ല് കൈ പിടിച്ചു പറഞ്ഞല്ലേ, പരക്കല്ല് കൈ പിടിച്ചിട്ട് കളഞ്ഞു പോയ സ്വർണ്ണ മോതിരം തപ്പി കണ്ടുപിടിച്ച് പരക്കല്ല് പോയ വഴിയെ പോയപ്പോ അല്ലെ? ഇതൊക്കെയാണ് ജീവിതം. അപ്പൊ ഇപ്പൊ സന്തോഷം എവിടെയുണ്ട് അവിടെ ഇതെല്ലാം സാധ്യമാകും. സന്തോഷമുള്ളിടത്ത് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും പറയേണ്ടി വരും അല്ലെ? സന്തോഷമുണ്ടെങ്കിൽ ചിരി വരും. ചിരി വന്നാൽ ഇതൊക്കെ നടക്കും. അപ്പൊ മനസ്സ് സ്വസ്ഥമാകും. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ എല്ലാ സംഭവങ്ങളും നമുക്ക് നടക്കും. പിള്ളേരൊക്കെ ഇപ്പൊ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ വരുന്ന പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരൊക്കെ ഒരുപാട് മിറാക്കിളുകൾ കാണാൻ തുടങ്ങി വീട്ടിൽ തന്നെ. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം തന്നെ പറയുക. ചില തിരിച്ചറിവുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ഒരു ടെക്നിക്ക് കിട്ടിയാൽ നിങ്ങൾ പറയുന്നത് ടെക്നിക്ക് കിട്ടിയല്ലോ എന്ന്. കാരണം ഇതിന്റെ ടെക്നിക്കുകൾ ഞാൻ കൃത്യമായി പഠിപ്പിക്കുന്ന ക്ലാസിന്റെ പേരാണ് 10 സീക്രട്സ് ഓഫ് മണി എന്ന് പറയുന്ന ക്ലാസ്. അത് വരുന്നുണ്ട്. വാട്സപ്പ് ക്ലാസ് ആണ് 10 സീക്രട്സ് ഓഫ് മണി. അതിലാണ് ഇതിന്റെ ടെക്നിക്കൽ പഠിപ്പിക്കുന്നത് എന്ന് പറയണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ടെക്നിക്കൽ പഠിക്കുന്നതിന് മുമ്പ് ഈ 7 തത്വങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബില്യനെയറായ ആൾക്കാരെ മുഴുവൻ പ്രാവർത്തികമാക്കുന്ന 7 തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തത്വങ്ങളിലാണ് അവർ ബില്യനെയർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ബില്യനെയർ ആയാൽ മാത്രം മതിയോ? ബില്യനെയർ ആയി ജീവിക്കണമോ എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ബില്യനെയർ ആയാൽ മാത്രം മതിയോ? ബില്യനെയർ ആയിട്ട് ജീവിക്കണോ? ഇത് രണ്ടാണ് അല്ലെ? ബില്യനെയർ ആയവർ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ ജീവിച്ചിട്ടുണ്ടാവില്ല ബില്യനെയർ ആയിട്ട്. രണ്ടാണ്. പറയൂ, ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ പറയൂ, നിങ്ങൾ ബില്യനെയർ ആവണമോ അല്ല ബില്യനെയർ ആയി ജീവിക്കണമോ? രണ്ടാമത്തേതാണെങ്കിൽ ബില്യനെയർ ആയി ജീവിക്കണമെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യൂ.
ബില്യനെയർ മാത്രമായാൽ 1 എന്ന് ടൈപ്പ് ചെയ്യും. അവൻ എളുപ്പം തീർന്നല്ലോ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തവൻ ആകെ കൺഫ്യൂഷൻ ആയി പോകും എന്ന് ആദ്യം തന്നെ അറിയുക. ബില്യനെയറായി ജീവിക്കണമെങ്കിൽ ഈ തത്വങ്ങൾ നിങ്ങൾ അറിയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ബില്യനെയർ നിങ്ങൾക്ക് ആവാം. എങ്ങനെ ആവാം? എളുപ്പത്തിൽ ബില്യനെയർ ആവാൻ പറ്റിയ ഒരു ടെക്നിക്ക് എന്ന് പറയാമോ? എളുപ്പത്തിൽ ബില്യനെയർ ആവാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ ജീവിക്കാൻ അതിലൂടെ പറ്റില്ല. അവർക്ക് ജീവിക്കാൻ അങ്ങനെ സാധിക്കുന്നേ ഇല്ല. എത്രയോ ആൾക്കാർ ബില്യനെയർ ആയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന്റെ പേരാണ് ലോട്ടറി. ലോട്ടറി അടിച്ചാൽ ബില്യനെയർ ആവാം, പക്ഷെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കണമെങ്കിൽ അത് അറിയുക തന്നെ വേണം, അല്ലെ? ഐ വാണ്ട് ലിവ് ലൈക്ക് എ ബില്യനെയർ ആവണമെങ്കിൽ അത് അങ്ങനെ ജീവിക്കുന്നു എന്നറിയണം. അവരുടെ ജീവിതം എന്താണെന്ന് അറിയണം. എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് അറിയണം. പൊതുവെ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ജീവിതത്തിൽ സമൂഹത്തിൽ കാണാൻ പറ്റും. ഒരുപാട് കാശുണ്ട്, പക്ഷെ ജീവിക്കാൻ അറിയാത്ത, അല്ലെ? ഒരുപാട് ആൾക്കാരുണ്ട്, ജീവിക്കാൻ അറിയില്ല, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പഠിക്കേണ്ട, യഥാർത്ഥത്തിൽ അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തത്വത്തെ പറ്റിയിട്ടാണ് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബില്യണർ ആവേണ്ട ടെക്നിക്ക് പറഞ്ഞു തരണോ? ബില്യണറായി ജീവിക്കാനുള്ള ചില തത്വങ്ങൾ പറഞ്ഞു തരണോ? ഏതാ വേണ്ടത്? രണ്ടാമത്തെ വേണോ, ആദ്യത്തെ വേണോ? ഒന്നാമത്തേതാണെങ്കിൽ ബില്യണർ ആവാനുള്ള ചില ചപ്പടി വിദ്യകൾ പറഞ്ഞു തരാം, അതാണോ വേണ്ടത്? അല്ല, ജീവിക്കാനുള്ള തത്വങ്ങൾ അറിയുകയാണോ വേണ്ടത്? എന്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളൊക്കെ എല്ലാവരും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പൊ തന്നെ. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും വലിയ പ്രശസ്തിയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും പറയാൻ പോകുന്നത് എന്താണെന്നും എനിക്കറിയാം. എന്നാലും നമ്മൾ ചോദിക്കുന്നല്ല, എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് വ്യൂ കാണുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചേക്കണേ. ഒരു 60,000 മൈൽ സ്റ്റോണിലേക്ക് നമുക്ക് നാളെ എത്തണം. 60,000 സബ്സ്ക്രിപ്ഷൻ എന്നുള്ള മൈൽ സ്റ്റോൺ നാളെയാണ് എത്തേണ്ടത് നമുക്ക്. അതുകൊണ്ട് ഇച്ചിരി കുറച്ചേ കുറവുള്ളൂ. 59,000 സംതിങ് ആയിട്ടുണ്ട്. ഒന്ന് ബാക്കിയുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി പിടിച്ച്, ആരൊക്കെയാണോ ആ പ്രസ് ചെയ്യാത്തത്, സബ്സ്ക്രിപ്ഷൻ പ്രസ് ചെയ്യാത്ത, അവരൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടെ. എന്നിട്ടൊരു കമന്റ് കൂടി കൊടുത്തേക്ക്. നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ ഈ 5,000 6,000 കമന്റുകളൊക്കെ ഉണ്ട്. അത് കമന്റ് കാണുമ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യുന്നറിയോ? ഇതൊക്കെ കാണുമ്പോൾ യൂട്യൂബ് എനിക്കൊരു സാധനം തരും, അല്ലേ? അപ്പോൾ ഞാനൊരു ബില്യനെയർ പോലെ ആഹാ എന്താകുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം ഇതിന്റെ സീക്രട്ടുകളാണ്. ഇതൊക്കെ ഇതിന്റെ തത്വങ്ങളാണെന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമാണ്. ബില്യനെയർ ആയ ആൾക്കാരുടെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കണം. സമ്പത്ത് തേടിയെത്താൻ, അല്ലെങ്കിൽ സമൃദ്ധി നമ്മളിൽ ഉണ്ടാവാനായിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട ചില തത്വങ്ങളുണ്ട്, ഒരു കാര്യങ്ങളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ ലോകത്തിലെ 25 എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടി പറഞ്ഞതാ. 1% 2% ആൾക്കാരെ ഉള്ളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലകത്ത്. കാരണം നിങ്ങൾക്കറിയാം, ലോകത്തിലെ സമ്പത്തിന്റെ 90% നിൽക്കുന്നത് 1% ആൾക്കാരുടെ കയ്യിലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചു നോക്കണേ. ലോക സമ്പത്തിന്റെ 90% കൈകാര്യം ചെയ്യുന്നത് ലോക ജനസംഖ്യയുടെ 1% ആൾക്കാർ മാത്രമാണ്. ഇതാണ് ശരിക്കുള്ള കണക്ക്. പക്ഷെ ഞാനത് അത്ഭുതങ്ങൾ ഇതിനൊക്കെ പറയുമ്പോൾ ഞാനത് 25% പറയുന്നത് നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 25% എന്നുള്ളതാണ് അതിന്റെ തത്വം, അല്ലെ? നമ്മളത്രയല്ലേ ഉള്ളൂ, മലയാളീസ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് 20% നമ്മൾ വളരെ കൃത്യമായി പറയും. അപ്പൊ സമ്പത്ത് തേടിയെത്താൻ ബില്യനെയർസ് ഉപയോഗിക്കുന്ന 7 അത്ഭുതകരമായ സത്യങ്ങൾ എന്ന് പറയാം. എന്തുകൊണ്ട് അത്ഭുതകരമായ സത്യങ്ങൾ എന്ന് പറയുന്നു വെച്ചാൽ, നമുക്കിപ്പോഴും അത് അന്യമായത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അന്യമല്ല, നമുക്ക് മാത്രമാണ് അത് അത്ഭുതം, മറ്റുള്ളവർക്കില്ല. പക്ഷെ നമുക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്ന് 3-4 മാസങ്ങളായി, അല്ലെങ്കിൽ എന്റെ 6-7 മാസങ്ങളായി എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് ഇത് അത്ഭുതവുമായിരിക്കില്ല. കാരണം ഇത് നിരന്തരം കേട്ട് നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കേൾക്കാത്ത പുതിയ ആൾക്കാർക്ക് ഇതൊരു അത്ഭുതമാണ്. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് വൈബ്രേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. വൈബ്രേഷണൽ ഫ്രീക്വൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് സിമ്പിൾ ആണ്. കാലിക്കറ്റ് നമ്മൾ ലൈവ് പ്രോഗ്രാമിലും, കൊച്ചി പ്രോഗ്രാമിലും, തിരുവനന്തപുരം പ്രോഗ്രാമിലും, അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയാൻ വന്നത്, അല്ലെ? അതും കൂടി പറയണോ, അല്ലെ? ഇറ്റ് മീൻസ് ഇന്ന് തന്നെ ഞാനത് ഡിക്ലെയർ ചെയ്യട്ടെ. ഈ പറഞ്ഞപ്പോൾ തന്നെ അത് പണവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇന്ന് തന്നെ പറയാൻ പോവുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. ദേ വരുന്നു അടുത്ത പ്രോഗ്രാം. പറഞ്ഞോളൂ, എവിടെയാണ് വേണ്ടത്? നിങ്ങൾ കമന്റ് ചെയ്യുക. എവിടെയാണ് അടുത്ത നമ്മുടെ ലൈവ് സെഷൻ വേണ്ടത്? 3 ഡിസ്ട്രിക്റ്റിലും വന്നു, 3 മെട്രോ ഡിസ്ട്രിക്റ്റിലും വന്നു. അടുത്ത തിരുവനന്തപുരം കഴിഞ്ഞല്ലോ, കൊച്ചി കഴിഞ്ഞു. യെസ്, പോരട്ടെ. ആൾക്കാർ എത്ര പറയും നോക്കട്ടെ. നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, പോരാ, ഇതെല്ലാം കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. പോരട്ടെ.
വലിയ പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. എല്ലാവരും 100-150 ആൾക്കാരില്ലേ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങളെല്ലാം മെമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. യെസ്, ഡേറ്റ് ഞാൻ പിന്നെ പറയാം, കാരണം അടുത്ത മാസം മാർച്ചിൽ കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും ഇന്ന് ഡിക്ലെയർ ആണ്. എന്തായാലും സെയിം സംഭവം തന്നെ, സെയിം അല്ല. ഈ ഇന്ന് പഠിപ്പിക്കുന്ന ഈ വിഷയത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് കൃത്യമായി എന്ന് പറയാൻ പോകുന്നത്. ആകസ്മികമായി ഇവിടെ വന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ്. പക്ഷെ അന്ന് ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ ടെക്നിക്കും കൂടി പഠിപ്പിക്കും. അങ്ങനെ മെന്റാലിറ്റി ഉണ്ടാക്കും, അതിനുവേണ്ടി ടെക്നിക്കലും പഠിപ്പിക്കും എന്നുള്ളതാണ്. അല്ലെ, കോഴിക്കോട് ഇന്നൊരാൾ പറഞ്ഞല്ലേ, തിരുവനന്തപുരം പ്രോഗ്രാമിൽ ഞാൻ വന്നതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഉണ്ടായത്. അതുകൊണ്ട് യെസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഓട്ടെ, പേരാമ്പ്രം എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഉണ്ടോ? എനിക്കറിയില്ലല്ലോ. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പേരാമ്പ്രം എവിടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിന്റെ പേരൊക്കെ എഴുതി അയക്കല്ലേ. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ? റിയാദിലേക്കോ? സോറി, റിയാദിലേക്ക് തൽക്കാലം ഇല്ല. റിയാദിലേക്ക് വരാൻ പറ്റും, വിസയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ യെസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന, എന്തായാലും സ്മിത ടൈപ്പ് ചെയ്യുന്നില്ല. ബാംഗ്ലൂരിലേക്ക് ഞാൻ വരില്ല, സ്മിതക്ക് അറിയുന്നതുകൊണ്ട് സ്മിത എന്താ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശമില്ല. എന്തായാലും അമ്മയ്ക്ക് വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോവാം. യെസ്, ദേ വരുന്നു. ആരുടെ? പൂരങ്ങളുടെ നാട്ടിലേക്ക്. പൂരങ്ങളുടെ, കഴിഞ്ഞ പ്രാവശ്യം അനന്തപത്മനാഭന്റെ അടുത്ത് പോയി, ഇത്തവണ പൂരങ്ങളുടെ നാട്ടിലേക്കാണ്. ബാക്കിയൊക്കെ അവിടേക്ക് വിട്ടു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക്. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്, അല്ലെ? എന്തായാലും ഗുരുവായൂർ ദർശനം ഉണ്ടാവും. പ്രാവശ്യം പോയാൽ ഗുരുവായൂർ പോയിട്ടേ തിരിച്ചു വരുള്ളൂ. കാരണം അത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പത്മനാഭൻ കണ്ടു, എന്നിട്ട് ഗുരുവായൂരപ്പനെ കൂടി കാണണം. പൂരങ്ങളുടെ നാട്ടിൽ നിന്നും ഗുരുവായൂരപ്പന്റെ വടക്കുന്നാഥൻ, യെസ്, വടക്കുന്നാഥന്റെ നാട്ടിലേക്ക്, പൂരങ്ങളുടെ നാട്ടിൽ ഒരു പൂരം തന്നെ നമുക്ക് അന്ന് അവിടെ നടത്തണം. പൂരങ്ങൾ തന്നെ നടത്താനുള്ള പരിപാടിയാണ്. കുട്ടികളെ അടക്കം ചേർത്തുകൊണ്ടായിരിക്കണം. കുട്ടികളൊക്കെ കൊണ്ടുവരാൻ സ്കൂൾ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ കൂടി ചേർക്കുന്ന പരിപാടിയായിരിക്കും. സ്കൂൾ വെക്കേഷൻ സമയത്ത് മാത്രമേ വരുള്ളൂ. ഓക്കെ, അതൊന്ന് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യാണ്. ബാക്കി പോസ്റ്ററുകളൊക്കെ എനിക്ക് അഡ്മിന്മാര് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, വടക്കുന്നാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം. നമുക്ക് ഇതേപോലെ അതിനു മുമ്പേ ബില്യണർ ആവാനുള്ളവരൊക്കെ പെട്ടെന്ന് ആയിക്കോളൂ, എന്നിട്ട് വരാൻ തയ്യാറായിക്കോളൂ. സ്നേഹത്തോടെ, സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ കൺഫേം ബുക്കിംഗ് എഴുതോളൂ, ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കയറി ഇരുന്നോളൂ, ചർച്ചകൾ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടതെന്ന് ചർച്ച ചെയ്തോളൂ. അതിനനുസരിച്ച് നമുക്ക് എല്ലാം റെഡിയാക്കി അങ്ങ് വന്നേക്കാം. കൂടുതൽ സമയം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യമൊന്നുമില്ല, രാവിലെ ക്ലാസ് തുടങ്ങിയ അല്ല, കഴിഞ്ഞ പ്രാവശ്യം മുഴുനീള ക്ലാസ് ആയിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നിങ്ങൾ സമയം തരാത്ത ക്ലാസ് ആയിരുന്നു. ഇപ്രാവശ്യം അതിലും കൂടുതൽ 2 ദിവസം പറ്റിയത് 2 ദിവസം ആക്കി കളയാം ക്ലാസ്. നോ പ്രോബ്ലം, ഞാൻ റെഡിയാണ്. അത്രയും നല്ല ഹാപ്പിയാണ് ഞാൻ നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഒന്നാമതായി നിങ്ങൾ അറിയേണ്ട ഒരു തത്വമാണ് ബില്യനെയർ മൈൻഡ് സെറ്റ്. നമ്മളൊരു കോഴ്സ് തന്നെ ഉണ്ട് കേട്ടോ, എന്റർപ്രണർ മൈൻഡ് സെറ്റ്, ബില്യനെയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ്. ബില്യനെയർ മൈൻഡ് സെറ്റ് എന്ന് പറയാം. വൈബ്രേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും ജീവിക്കുന്നതും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതും, നമ്മൾ നൽകുന്നതും, ലഭിക്കുന്നതും, കൊടുക്കുന്നതുമായ എല്ലാ സാധനങ്ങളുടെയും വൈബ്രേഷനുകളാണുള്ളത്. സമ്പത്ത് എന്ന് പറയുന്നത് പ്യൂർ ഓഫ് വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ പ്യൂർ ഓഫ് എനർജി ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജിയുടെ വൈബ്രേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് എന്തിനെ മാറ്റപ്പെടുത്തുക? ഈ വൈബ്രേഷൻ എന്തിൽ നിന്നാണ് നമ്മുടെ സമ്പത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാവുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ജേണി ടു ഹാപ്പിനെസ്സിലൊക്കെ കോഴ്സ് വന്നവരൊക്കെ അറിയാലോ. എന്തിൽ നിന്നാണ് നമ്മുടെ സമ്പത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? യെസ്, ആ സാറൊന്ന് ടൈപ്പ് ചെയ്ത്. എവിടെ നിന്ന്? കറക്റ്റ്. ചിന്തകളിൽ നിന്നാണ് വൈബ്രേഷനുകൾ ഉണ്ടാവുന്നത് എങ്കിൽ നിങ്ങളുടെ ചിന്താ തരംഗങ്ങളെ, വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ സമ്പത്തിനെ ആകർഷിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ അകറ്റുന്ന തരത്തിൽ ഏതാണോ നിങ്ങൾ നിർണയിക്കുന്നത്, അതാണ് നിങ്ങളുടെ വൈബ്രേഷണൽ ലെവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ സമ്പത്തിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആകർഷിക്കുന്ന സദാ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട്, പണത്തെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട്, സമ്പത്തിനെ മാത്രം ആകർഷിക്കുന്ന മനോഭാവവും മനോചിന്തയുമാണുള്ളതെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്തായിരിക്കും? പിന്നെ ധനികൻ. അവന്റെ പേരാണ് ധനികൻ. അപ്പോൾ അവന്റെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും ഇരുത്തത്തിലും നോക്കിലും ഉറക്കത്തിലും എല്ലാത്തിലും അവൻ ഒരൊറ്റ വൈബ്രേഷൻ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. തോട്ട്സിൽ ഒറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ധനിക, സമ്പത്ത് എന്ന് പറയുന്ന സാധനം. അവന് സദാ സമ്പന്നനായിരിക്കുകയും ചെയ്യും.
അങ്ങനെയുള്ളവർ മാത്രമാണ് കോടീശ്വരനാവുക എന്നുള്ളത് അറിയുക. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. വളരെ ലളിതമാണ്. ഇപ്പോൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെ. എനിക്ക് പ്രശ്നമുണ്ട്, സത്യമാണ്. ആരും പറഞ്ഞില്ല ഉണ്ട്. എനിക്ക് എല്ലാത്തിലും തടസ്സമുണ്ട്. ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഉണ്ട്. എനിക്ക് വയ്യ, എനിക്ക് കിട്ടുന്നില്ല. സത്യമാണ്. അതിനകത്ത് യാതൊരു തർക്കമില്ല. എനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോ രമാദേവി അമ്മ പറഞ്ഞ പോലെ, എനിക്കറിയില്ല സാറേ, വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാധനം വന്നുകൊണ്ടേയിരിക്കുന്നു, യാതൊരു തർക്കമില്ല. ഇത് എങ്ങനെ പറയുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമാണ് സത്യം. ഇത് മാത്രം ഒന്ന് ചെയ്താൽ മാത്രം മതി. ഇന്നലെ ജിഷ എന്നോട് പറയുകയുണ്ടായി, സാറേ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വേണ്ടത് ഡിസ്കൗണ്ട് ആണ്, വേറെ ഒന്നും അവർക്ക് വേണ്ട. അപ്പൊ ഡിസ്കൗണ്ട് മാത്രമാണ് നിങ്ങളുടെ കസ്റ്റമർക്ക് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്താനായിട്ട്, സമ്പത്തിന്റെ തലങ്ങളെ ഉയർത്താനായിട്ട് എന്തിനെ മാറ്റണം? നമ്മുടെ തോട്ട്സിനെ മാറ്റുക എന്നുള്ളതാണ്. അത് അവർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ ഒരു ധനികനായ ഒരാളെ എടുത്തിട്ട് ചോദിച്ചാൽ മതി, അയാൾ സംസാരിച്ചാൽ പറയൂ, ഈ മനുഷ്യർ എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ എന്തൊരു പൊങ്ങിച്ചോ അവൻ പറയണേ എന്നും പറയും. നമ്മൾ പറയും, അവനെ സംബന്ധിച്ച് പൊങ്ങിച്ചല്ല. ഇതാണ് ധനിക മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഇതിലേക്ക് അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് വളർന്നവൻ മാത്രമേ ധനികനായി വളരുകയുള്ളൂ എന്നറിയാം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ നിർബന്ധമായിട്ടും ജേർണി ടു ഹാപ്പിനെസ്സിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നവരെ അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അറിയാതെ എങ്കിലും തള്ളി കൊണ്ടുപോയിരിക്കുന്ന സാധനമാണ് വായനയും പഠനവും എന്ന് പറയുന്നത്. നിരന്തരമായി നോളജ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ധനികനായിരിക്കാൻ സാധിക്കേയില്ല. അവനെ വിളിക്കുന്ന പേര്, ഇതില്ലാത്ത പൈസക്കാരനെ വിളിക്കുന്ന പേര് നമ്മളൊക്കെ നാട്ടിൽ പണ്ടേ അറിയപ്പെടുന്ന ചില ആൾക്കാരുണ്ടല്ലോ. പൈസയുണ്ട്, പക്ഷെ മൈൻഡ് ഇതല്ലാത്തവരെ നമ്മൾ വേറൊരു പേര് വിളിക്കുമല്ലോ, പിശുക്കൻ. പൈസ ഉണ്ട്, ചെലവാക്കില്ല, അല്ലെങ്കിൽ മനസ്സുണ്ടാവില്ല എന്ന് പറഞ്ഞ പിശുക്കൻ. വായനയും പഠനവും ഇല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം മനഃശാസ്ത്രപരമായും ബിസിനസ് പരമായും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കാതെ, സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ, ഈ കാണുന്ന പോലുള്ള സാധനങ്ങളിലൂടെ കുമിഞ്ഞുകൂടാതെ ഈ സാധനം വരത്തില്ല. പക്ഷെ ഇത് മാത്രമായിക്കൊണ്ടും വരില്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറയണം. അല്ലെങ്കിൽ വായിച്ചതുകൊണ്ട് മാത്രം പൈസ ഉണ്ടാവില്ല. ഇതിനെങ്ങനെ മാറ്റപ്പെടുത്തി എടുക്കാൻ പറ്റും? അതായത് എനർജി ഉണ്ടാക്കിയിട്ട് എനർജീനെ ആ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണെന്നറിയോ, അവൻ വായിക്കുന്നുണ്ടാവും എന്നിട്ട് ഭയങ്കര സാഹിത്യമൊക്കെ വായിക്കുന്നവരുണ്ട്. വായന മാത്രം പോരട്ടോ, ആവശ്യമുള്ളത് വായിക്കണേ. വായിക്കുന്ന വെച്ചാൽ ബാലരമ്യ മംഗളവും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിങ്കനെ പോലെയും പൂമ്പാറ്റെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോ. അതല്ല വായന കേട്ടോ. ഈ വായനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട, നമ്മളെ ഉണർത്തുന്ന, നമ്മളെ ഉദ്ധരിപ്പിക്കുന്ന വായനകൾ ഉണ്ടാവണം. അതാണ് ഞാനൊക്കെ എൻ്റെ പുസ്തകം മനസ്സൊരു വിസ്മയത്തിലൊക്കെ ആ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ധൈര്യമാനാം എന്ന് പറയുന്ന ശ്ലോകമൊക്കെ പറയുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ കഥ. ഇന്നൊക്കെ എന്റെ 2-3 ബാച്ചിലുള്ള ആൾക്കാർ ജേർണി ടു ഹാപ്പിനെസ്സിലും ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ മണി മാനിഫെസ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ ഓരോ വാക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ പുനഃപരിശോധിച്ചിരിക്കുകയാണ്. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അതിനെ എടുത്തിട്ട് 3-4 ആൾക്കാർ അവരുടേതായ ആംഗിളിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വായനയും പഠനവും ഇല്ലാത്ത ഒരു പണക്കാരനും സമ്പന്നനും ലോകത്തുണ്ടായില്ല. വായന നമ്മുടെ ചിന്താഗതിയെ വളർത്തുകയും ധനസമൃദ്ധിയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു എന്നാണ് കണക്ക്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനൊക്കെ ന്യൂറോ സയൻസ് സിസ്റ്റം ഒക്കെ വളരെ കൃത്യമായി പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മനസ്സിലാക്കുക, ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് കാര്യമാണ്. ചെയ്യുക തന്നെ വേണം സുഹൃത്തുക്കളെ. അപ്പൊ പുസ്തകം മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചോളൂ. നാളെ തന്നെ വായന തുടങ്ങിക്കൊള്ളുന്നത്. മൂന്നാമത്തെ കാര്യം, സമ്പന്നർക്ക് പാസീവ് ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കും. പാസീവ് ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കും. ഒരു പണത്തിന്റെ ഒരു സ്രോതസ്സല്ല, മൾട്ടിപ്പിൾ സോഴ്സുകൾ അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. സമ്പത്ത് ഉണ്ടാക്കുന്നവർക്കും അല്ലെങ്കിൽ ഉണ്ടായവർക്കും സാധാരണക്കാരുമായ ആൾക്കാരുടെ ഇടയിലുള്ള പ്രധാന വ്യത്യാസം, സാധാരണക്കാരന് പാസീവ് ഇൻകം ഇല്ല എന്നും ബില്യണിയർക്ക് ഒരേ സമയം ഒരുപാട് വരുമാന സ്രോതസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവർ ഇൻവെസ്റ്റ്മെന്റുകളാകുക,
ഓൺലൈൻ ബിസിനസ്സുകളാവാം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാകാം, സ്റ്റോക്ക് മാർക്കറ്റുകളാവാം, അല്ലെങ്കിൽ റോയാലിറ്റി ഇപ്പൊ എനിക്കൊക്കെ പുസ്തകത്തിന് കിട്ടുന്ന പോലുള്ള റോയാലിറ്റികളാവാം, അങ്ങനെ പലതുമാവും. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന്റെ പേരെന്താണ്? എന്താണ് എന്റെ ഇതിലൂടെ എന്ത് സ്രോതസ് ആണ് കൂടുന്നത്? ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പാസീവ് ഇൻകമാണ്. എന്റെ യഥാർത്ഥ ഇൻകം ഇതല്ല. എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ആണ് എന്റെ യഥാർത്ഥ ഇൻകം. പക്ഷെ അതിന്റെ ഇടയിൽ ബാക്കി കിട്ടുന്ന സമയമാണ് ഞാൻ പാസീവ് ഇൻകത്തിന് വേണ്ടി ഇവിടെയും ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നു, മറ്റു ചില സ്ഥലത്ത് നിക്ഷേപങ്ങൾ വെക്കുന്നു, അതുപോലെ തന്നെ ബുക്ക് എഴുതുന്നു, അതിൽ നിന്ന് റോയൽറ്റി വാങ്ങിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ടെക്നിക്കുകളൊക്കെ എഴുതിക്കിട്ട് നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കുന്നു, അല്ലെ? അഫർമേഷൻ തരുന്നു, മറ്റേ ബുക്കുകൾ തരുന്നത് പിടിച്ച 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ? ഇതൊക്കെ എന്റെ പാസീവ് ഇൻകമാണ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അത് ഉണ്ടാക്കുക തന്നെ വേണം. ഇത് ഉണ്ടായി കിട്ടില്ല, ഇത് വെറുതെ ഇരുന്നാൽ കിട്ടില്ല. വെറുതെ ഇരുന്നാൽ നമുക്ക് കിട്ടില്ല. ഒരുപാട് സോഴ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഡെവലപ്പ് യുവർ സ്കിൽ ടു ഗെറ്റ് ദാറ്റ്. നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ വഴിയിൽ ഓർമ്മ വരും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു പാർട്ട് ടൈം ജോലി വേണ്ടവരുണ്ടെന്ന്. പാർട്ട് ടൈം ജോലി വേണ്ടവർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. പക്ഷെ എന്ത് ജോലി എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ഇല്ല, പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയുമെന്ന് അറിയില്ല, കുക്കിംഗ് അറിയില്ല. ഇങ്ങനെയൊന്നും പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റില്ല. പാർട്ട് ടൈം ജോലി വെറുതെ ഇരുന്ന് കിട്ടുന്നതല്ല, നമ്മുടെ സ്കില്ലിലാണ് മണി കിട്ടുന്നത്. അതുകൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഞാൻ ബിസിനസ് കോച്ചിങ്ങിന്റെ ബിസിനസ്സിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഉടനെ തന്നെ നമ്മൾ എന്താ പറയാ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെയൊക്കെ പോസ്റ്ററുകൾ ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകളെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വിൽക്കാൻ പറ്റുന്ന രീതിയിലാക്കാം, മറ്റൊരു ഇൻകം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്താം എന്നതിനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ആ ക്ലാസ് തുടങ്ങും. വലിയ രീതിയിലല്ല, സാധാരണക്കാരന് തൽക്കാലം മനസ്സിലാവുന്ന രീതിയിൽ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ആ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. താല്പര്യമുള്ളവർ പറഞ്ഞോളൂ, നിങ്ങൾ ചേരുക. കാരണം നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം വർക്ക് ഉണ്ടാക്കുന്നതിലൂടെ ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു അച്ചാർ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോം ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് എഴുതിക്കോ. അത് അല്ലെങ്കിൽ ഇപ്പോ നേരത്തെ സ്മിതയെ പറഞ്ഞ പോലെ കുക്കിങ്ങിന്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 6 മാസത്തേക്ക് 3 മാസത്തേക്ക് ഓരോ വീഡിയോ ഇട്ടാലൊന്നും നടക്കില്ല. അതിനകത്ത് ഒരുപാട് കൺസിസ്റ്റൻസി ആക്ഷൻ വേണം. അതെങ്ങനെ സാധിക്കും എന്നൊക്കെ പഠിപ്പിച്ചു തരും. അതൊക്കെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അത് നമുക്ക് ഇൻകം ഉണ്ടാവുക തന്നെ ചെയ്യും അതിനകത്ത്. ഇപ്പോ അതുപോലെ തന്നെ ഗാർമെന്റ്സ്, അങ്ങനെ ഒരുപാട് എല്ലാവർക്കും അത്തരം കാര്യങ്ങൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇത് ആവശ്യമാണ്. പോസ്റ്റുകൾ ഇറക്കാനും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അഡീഷണൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്കില്ല് വേണം. അത് ഇല്ലാതെ പറ്റില്ല. വെറുതെ അഡീഷണൽ ഇൻകം കിട്ടാനായിട്ട് ഇരിക്കില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മണീസിന്റെ ഫോർമാറ്റ് ശരിക്കറിയാം, നിങ്ങൾക്ക് ഫോർമുല അറിയാം. മണി ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. ടൈം നമ്മളിൽ നിശ്ചിതമേ ഉള്ളൂ, എനർജി മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എനർജി കൂട്ടുക എന്ന സ്കില്ല് കൂട്ടുക എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. അപ്പോ 3 കാര്യങ്ങൾ. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ടൈം മാനേജ്മെന്റ് ഇല്ലാതിരുന്നാൽ, നേരത്തെ ഞാൻ ഇപ്പൊ പറഞ്ഞ് എന്ത് ചെയ്ത് അത് തന്നെയാണ്, ടൈം കറക്റ്റേ ഉള്ളൂ. അത് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ കാര്യം പോയി. ടൈം മാനേജ്മെന്റ് അവരുടെ ഇവർ ബില്യനേഴ്സ് സമയം ചെറുതും വലുതുമായ സമയത്ത് കൃത്യമായി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് മറ്റതിനെ അവർ ഇഗ്നോർ ചെയ്യും. നമ്മളോ പൂരപ്പറമ്പിൽ പോയിട്ട് ഇങ്ങനെ വായും പൊളിച്ചിരിക്കും. നമ്മുടെ സമയം മുഴുവൻ അവിടെ പോകുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മള് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്നത്, അല്ലെ? നിങ്ങളെ കണക്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചു, അല്ലെ? അരി വെള്ളത്തിൽ ഇട്ട് വെക്കല്ലേ ചെയ്യുന്നത്. തിളച്ചുകൊണ്ട് അത് നോക്കി ഇങ്ങനെ നിൽക്കും. തിളക്കട്ടെ. ആ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? ഒരരി ഇട്ട് എത്ര സമയം വേണം അത് വേവാൻ നമുക്കറിയാം. അത് കൃത്യമായി ഇന്ന സമയത്ത് പോയാൽ ആ സമയത്ത് വേറെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ അത് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുക. അതാണ് വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞിരിക്കുന്നതല്ല, മറ്റു കാര്യങ്ങൾ. അവർ റിസ്ക് എടുക്കുന്നതിലും ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്നതിലും സ്ട്രാറ്റജി പ്ലാനിങ്ങിലൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അത് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന് രാവിലെ എഴുതി വെച്ചിട്ട് പോകും. തിങ്സ് ടു ഡു, ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ടാസ്ക് പോയിട്ട് ടാസ്കേ ചെയ്യില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലെ? പിന്നെ എങ്ങനെ നടക്കും? ഇത് ഉണ്ടാവണം. ടാസ്ക് ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ടാസ്ക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പെട്ടുപോയതാണ് ഇന്ന് എനിക്ക് ആകെ ഞാൻ പറഞ്ഞില്ലേ വരുമ്പോഴേ എനിക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു പറയുന്നത്. ഞാൻ രാവിലെ എന്റെ ടൈം സെറ്റ് ചെയ്ത് പോയതാണ്. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങ് കുടുങ്ങിപ്പോയി. അങ്ങോട്ടും അല്ല എന്റെ എല്ലാ ടാസ്കുകളും അവിടെ കംപ്ലീറ്റ് ഫെയിലായി പോയി. ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്റെ ടോട്ടലുള്ള വർക്ക് 2 വർക്കുകൾ മാത്രമാണ്. ആകെ 11-12 വർക്കുകൾ ടാസ്ക് ചെയ്തിട്ട് പോയിട്ട് അവസാനം 2 വർക്കിൽ സ്റ്റക്കായി പോയി. കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് അങ്ങോട്ടല്ല, മിലിറ്ററി ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പെർമിഷൻ തരാതെ അങ്ങോട്ട് കടക്കാനും പറ്റില്ല, ഇങ്ങോട്ട് കടക്കാനും പറ്റില്ല.
അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ വിട്ടുപോയി ഉച്ച വരെയുള്ള സമയം. ഓക്കെ, അത് നമ്മളെ പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ ടാസ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ കാര്യം, പണം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും പണം എന്ന് പറയുന്നത്, നേടുക എന്ന് പറയുന്നത് ലക്ഷ്യമാണോ അല്ല അതൊരു ഉപകരണമാണോ? പണം നമുക്കൊരു ഉപകരണമാണോ നമ്മുടെ ലക്ഷ്യമാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കേ. പണം നേടുക സമ്പത്ത് നേടുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപകരണമാണോ, നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ഒരു ഉപകരണമാണോ എന്നതാണ് ചോദ്യം. പണം എന്ന് പറയുന്നത്, സമ്പത്ത് നേടുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണോ, അല്ലെങ്കിൽ ലക്ഷ്യത്തേക്ക് എത്താനുള്ള ഒരു ഉപകരണമാണോ പണം? രണ്ടും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും അല്ലെ? ബുദ്ധിമാന്മാർ ഉത്തരം പറയും. പണം ഒരിക്കലും ലക്ഷ്യമല്ല, അതൊരു ഉപകരണം മാത്രമാണ്. പണത്തെ അല്ല ലക്ഷ്യം വെക്കേണ്ടത്. ലക്ഷ്യം മറ്റതെന്തെങ്കിലും പണം അതിലേക്ക് എത്താനുള്ള ഉപകരണം മാത്രമാണ്. ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി എന്നാണ് പണത്തെ പറയാ. പണം ഉപയോഗിച്ച് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാം എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ പണം ലക്ഷ്യമായി കഴിഞ്ഞാൽ നേരത്തെ വന്ന സംഭവം വെക്കും, നിങ്ങൾ ബില്യനെയറോ മില്യനെയറോ ആവും, പക്ഷെ ജീവിക്കാൻ പറ്റില്ല. അവിടെ എത്തുകയും അത് നേടുക ചെയ്യും, ലക്ഷ്യമൊക്കെ നേടുകയൊക്കെ ചെയ്യും. പക്ഷെ നേടിക്കഴിയുമ്പോൾ ഭണ്ഡാരി പറഞ്ഞു, നിങ്ങൾക്ക് 1 കോടി വേണോ എന്ന് ചോദിച്ചപ്പോ 1 കോടി വേണം. എന്നിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു വീട് വെക്കും. നിങ്ങൾ കോടീശ്വരനാണോ എന്ന് ചോദിച്ചപ്പോൾ കോടീശ്വരനാണോ. അപ്പൊ 1 കോടി കയ്യിൽ വേണം എന്നാണ് അർത്ഥം. 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനൊരു വീട് വെക്കും. അപ്പൊ എന്തായി? പിന്നെ വീട് വെച്ച് കഴിയുമ്പോ കോടീശ്വരനല്ലാതെയായി. സ്വാഭാവികല്ലേ? അതിൽ ചെലവാക്കിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോടീശ്വരൻ പദവി നഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടം കൊടുക്കാനുള്ള കൊടുത്തു തീർക്കും, അല്ലെങ്കിൽ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞത്. അപ്പൊ അതിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു ഉപകരണമാക്കി പണത്തെ മാറ്റണം. അങ്ങനെയാണ് ചെയ്യുക. ആറാമത്തെ കാര്യം, ഫെയിലിയറിൽ നിന്നും പഠനം. നമ്മൾ തോറ്റാൽ അവിടെ കിടക്കും, അവർ തോറ്റാൽ അവരടുത്ത പരിപാടി നോക്കി പോകും. അതിനെപ്പറ്റി ഒന്നല്ല, ഓക്കെ അത് പോയി വിട്ടോണം, അടുത്ത പരിപാടിക്ക് എന്ന് പറഞ്ഞ അവർ പൊക്കോളും. സാധാരണക്കാർ പരാജയം കണ്ടാൽ പിന്തിരിഞ്ഞോടും. ബില്യനെയർ അതിൽ നിന്ന് പഠിക്കും, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവർ ആ തെറ്റുകളിൽ നിന്നും പരിഷ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. നമ്മൾ അവിടെ കിടന്നു ഒരു ബിസിനസ് തുടങ്ങി പൊട്ടി, തീർന്നു, അതോടുകൂടി കഥ തീർന്നു. ആ പൊട്ടിയതിന്റെ പരാജയത്തിന്റെ കാരണം അന്വേഷിക്കുന്നേ ഇല്ല. ഇനിയും പറഞ്ഞു കൊടുത്താൽ സമ്മതിക്കുകയുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ 3 ബിസിനസ് നടത്തി, 3ഉം പൊട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് എവിടെ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് പൊട്ടാനുള്ള പ്രധാന കാരണം ഇതാണ് എന്ന് പറഞ്ഞു. ഏയ് ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. നമ്മൾ ശരി, അടുത്ത ബിസിനസ് തുടങ്ങും, അടുത്തതും തുടങ്ങും, അതേ പാറ്റേൺ തന്നെ വീണ്ടും പൊട്ടും, യാതൊരു തർക്കമില്ല. ഒരു 3 മാസം കഴിഞ്ഞിട്ട് ആളെന്റെ അടുത്ത് വരും, 3-4 മാസം കഴിഞ്ഞിട്ട് വരും, സാറേ അത് പോയല്ലോ എന്റെ പൈസ എന്ന് പറയും. മാറണം. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ പരാജയം എന്ന് പറയുന്നത് ആകസ്മികമായ ഒരു സംഭവമല്ല, അത് നമുക്കുള്ള പഠനമാണ് എന്നറിയുന്നവരാണ് ബില്യനേഴ്സ്. ഇത് നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കണം എന്നല്ല പറയണേ, തോൽക്കുന്നതിന് മുമ്പ് അറിയണം എന്തുകൊണ്ട് തോറ്റു. അല്ലെ പണ്ട് ആ സന്ദേശ സിനിമയില് ജയറാമും എന്താ പറയാ ശ്രീനിവാസനും പറയുന്നില്ല, താത്വികമായ അവലോകനം നടത്തി പറഞ്ഞപ്പോ അതിൽ സഖാവ് ഒരു കാര്യം പറയും, എളുപ്പത്തിൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു അത് മാത്രം ഒന്ന് പറയും. അത് പറയാം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അയക്കണം. ഇല്ല, വീഡിയോ സ്റ്റക്കാവുന്നില്ല, ഇവിടെ എല്ലാം ക്ലിയർ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് തീർക്കാം. കാരണം ഇന്ന് മറ്റേ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും, സാറേ പോരട്ടെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. കൊടുക്കുവിൻ ലഭിക്കും. നമ്മൾ നൽകിയാൽ എന്ത് സംഭവിക്കും? നൽകുന്നവർക്ക് മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക. അവരെല്ലാവരും നൽകുന്നവരായിരിക്കും. ചാരിറ്റിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ കഴിഞ്ഞ ആഴ്ച കുംഭമേളയുടെ തിരക്കിനിടയിലും നമ്മുടെ അദാനിയുടെ മകന്റെ കല്യാണം കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ വളരെ കുറച്ച് പേരെ വിളിച്ചുകൊണ്ട് അവർ 2 പേര് കല്യാണം നടത്തി. അതിൽ നിന്നും 1000 100 കോടിയോ 1000 കോടിയോ, അങ്ങനെ എനിക്ക് തുക കൃത്യമായിട്ടില്ല, 1000 കോടിയോ മറ്റോ പാവപ്പെട്ടവർക്ക് അങ്ങനെ സംഭാവന ചെയ്തു. കുറെ 100 ആൾക്കാരെ കല്യാണം കഴിക്കാനുള്ള കാശ് കൊടുത്തു. പിന്നെ കുറെ ലിസ്റ്റ് പറഞ്ഞു. ഞാൻ ഫുള്ള് വായിച്ചില്ല, ഞാൻ ജസ്റ്റ് കണ്ടതാണ്.
അത്രയും ആൾക്കാർ കൊടുത്തു, അവർ നൽകുന്നു. പക്ഷെ നൽകുമ്പോൾ മറ്റു 1000 കൊടുത്താൽ അതിന്റെ മറ്റേ സൈഡിലൂടെ 10,000 കോടി വരും. ഇതാണ് അതിന്റെ തത്വം. അത് വരിക തന്നെയാണ്. അതിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് രസമുള്ള കാര്യമാണ്. കൊടുക്കാമല്ലോ നിനക്ക്, വീണ്ടും വെട്ടിച്ചും ടാക്സ് വെട്ടിച്ചും സാധാരണക്കാരനെ പറ്റിച്ച് വീണ്ടും ഉണ്ടാക്കാമല്ലോ, അതിനല്ലേ നീ കൊടുത്തത്? അറ്റ്ലീസ്റ്റ് ആ കൊടുത്തതിനെങ്കിലും നന്ദി പറയടേ, എന്നാലല്ലേ അത് കിട്ടിയത് പാവപ്പെട്ടവർ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഉണ്ടാക്കുന്നില്ലേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയുള്ള കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കുക. കൊടുക്കും തോറും നമ്മൾ വളരും എന്നുള്ളതാണ്. ദയ, ദാതാവായാൽ സമ്പത്ത് വീണ്ടും വീണ്ടും വരും എന്നുള്ള തത്വം മറക്കാതിരിക്കുക. അപ്പോൾ അവ കൃത്യമായും സമ്മാനങ്ങളും ചാരിറ്റികളും ഒക്കെ നൽകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, ഓരോന്ന് സന്ദർഭവശാൽ വീണ്ടും ഓർത്തു പോവുകയാണ്. നമ്മൾക്ക് ഇവിടെയും ഒരു ചാരിറ്റി ഫണ്ട് രൂപീകൃതമായിട്ടുണ്ട്. നമ്മളുടെ കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ചാരിറ്റി കമ്മിറ്റിയും രൂപം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഏറ്റവും സഹായിക്കേണ്ടതായ ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെറിയ വലിയ സഹായങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾ അത്രയും വളർന്നിട്ടില്ല, വളരും തോറും നമ്മൾക്ക് സഹായങ്ങൾ കൂട്ടും. ഇപ്പോൾ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ചിലപ്പോ അശരണർക്ക് കൈത്താങ്ങാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുത്തി വരുന്നുണ്ട്. നമ്മളെ ക്ലാസ്സിൽ തന്നെ ചേർന്ന ഒരുപാട് ആൾക്കാർ അതിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംഭാവനകൾ നൽകാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നൽകുന്നു. നമ്മുടെ ഭാഗത്തുനിന്നും, ഹാപ്പിനെസ് മാസ്റ്ററുടെ ഭാഗത്തുനിന്നും, എന്റെ ഭാഗത്ത് വ്യക്തിപരമായി ഞാനിപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ വ്യക്തിപരമായതിനപ്പുറത്തേക്ക് നമുക്കൊരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അത് നൽകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. കൂടുതൽ ആർക്കെങ്കിലും നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ